അറസ്റ്റ് ചെയ്യുമ്പോൾ മുമ്പ് അവർ വന്നപ്പോൾ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കാതെയാണ് എന്നെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ പ്രകാരം ഒന്നും തന്നെ അവർ പാലിച്ചില്ല. എനിക്ക് അവിടെയുള്ള എൻ്റെ ഓഫീസ് സ്റ്റാഫിനെ കൊണ്ട് ആരെങ്കിലും ഒപ്പിടിക്കുക, അതേപോലെ എനിക്ക് അഡ്വക്കേറ്റിനെ വിളിച്ച് തരിക, അതേപോലെ കേസ് എന്താണെന്ന് പറയുക, ഈ കാര്യം നടന്നില്ല. മാത്രമല്ല എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെയാണ് അവർ ബലം പ്രയോഗിച്ച് എന്നെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത്. വാഹനത്തിൽ കയറിയപ്പോഴാണ് അപ്പോഴും അറസ്റ്റ് ചെയ്തത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വീണാ ജോർജുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് ഫോർമലായി നോട്ടീസ് തന്നാൽ ഏത് പോലീസ് സ്റ്റേഷനിലും വരുന്ന ആളാണ് ഞാൻ ഒളിച്ചും പതുങ്ങി നടക്കുന്ന ആളല്ല. ഞാനൊരു വാർത്ത ചെയ്താൽ അത് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അതിന് ഏത് മറുപടി പറയാനും അതിന്റെ തെളിവ് ഹാജരാക്കാൻ റെഡിയുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൂട്ടം കൂടി വരേണ്ട ആവശ്യം എന്താണ് ചോദിച്ചപ്പോൾ അതൊന്നൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡറാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വാഹനത്തിൽ കയറിയ ശേഷം ആണ് CI നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്തു എന്നാണ്. അതോടൊപ്പം തന്നെ അവിടെ തന്നെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. CI വീണാ ജോർജ് വിളിക്കുന്നു, DGP വിളിക്കുന്നു, അങ്ങനെ വിവിധ എറണാകുളം കമ്മീഷൻ വിളിക്കുന്നു. എല്ലാവരുടെ അറസ്റ്റ് ചെയ്തു എന്നാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തട്ടിക്കയറി എന്താണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്തിട്ടാണോ കൊണ്ടുപോകുന്നത്, അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാരണം ഒന്നും പാലിച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നിസ്സഹായനാണ്, മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ബാക്കി നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അതായത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, DGP, അതേപോലെ വീണാ ജോർജ്, എറണാകുളം പോലീസ് കമ്മീഷൻ എല്ലാം ഉൾപ്പെട്ട ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ബോധ്യമായി. സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഭക്ഷണം വേണമെന്ന് ഭക്ഷണമൊക്കെ മേടിച്ചു വന്നു. അവര് നന്നായിട്ട് വേറെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ചോദ്യം ചെയ്യാൻ ചോദിച്ചപ്പോൾ എന്താണ് കേസ് പറയാൻ വന്നപ്പോ നിങ്ങളെ ഒരു മോശപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ട് വീണാ ജോർജിന്. ഞാൻ മോശപ്പെട്ട വീഡിയോ എന്താണ് അപ്പം പറഞ്ഞു അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, തലക്കെട്ടിൽ ഇങ്ങനെ പറയുന്നത് ഒരു വീഡിയോ ഉണ്ട് അവരെ കുറിച്ച്, എന്റെ സത്യാവസ്ഥ എന്ത് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടോ, അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്റെ പ്രേക്ഷകൻ, ഞാൻ ശോഭനാ ജോർജ് MLA കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു. 1999 അവരൊരു കേസറ്റ് എന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും എന്നെ ഇല്ലീഗലായി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവത്തിൽ അവരൊരു കേസറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചെയ്തത്. അത് തെറ്റിദ്ധരിച്ച് എന്റെ പ്രേക്ഷകനായ ഒരാള് എനിക്കൊരു കത്തയച്ചു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഈ കേസറ്റ് ഇവരേതാണ് കേസറ്റ് എന്നുള്ളത് തെറ്റിദ്ധരിച്ച് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞ ഒരു കാര്യമാണ്, അവർ അങ്ങനെ ഒരു കേസറ്റ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വീഡിയോയിൽ. പിന്നെ എങ്ങനെയാണ് കേസ് നിലനിൽക്കാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിസ്സഹായനാണ്, മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എന്നെ എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കാനുള്ള നടന്നിരുന്നത്. ആ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വളരെ തിരക്കിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഞാനും എന്റെ അഡ്വക്കേറ്റിനൊക്കെ വിളിക്കാനുള്ള സൗകര്യം തോന്നുന്നു. ആ സമയത്ത് അങ്ങനെ കോടതി ഹാജരാക്കാൻ കൊണ്ടുപോയി ഏകദേശം മെഡിക്കൽ ചെയ്തു ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ശേഷം കോടതിയിൽ അടുത്ത സമയത്ത് ഒരു കോള് വന്നു, മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട് എന്റെ ഓഫീസിൽ. അങ്ങനെ ഏകദേശം ഒരു 5 മണി ഉടൻ തന്നെ ഓഫീസിലേക്ക് പോകുന്നു. കല്ലൂരുള്ള ഓഫീസിൽ പോകുന്നു. അവിടുത്തെ കുറെ ഒരു കൂട്ടം പോലീസുകാരുണ്ട്, ഏകദേശം ഒരു 15ഓളം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ഓഫീസ് അവരെ കൺട്രോൾ ചെയ്യുന്നു. അവര് എന്റെ CC അവിടെയുള്ള കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക്, എല്ലാ കമ്പ്യൂട്ടറിന്റെയും ഹാർഡ് ഡിസ്ക് എടുത്തു, പ്ലസ് എന്റെ മെമ്മറി കാർഡ് എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്ത് അവരെല്ലാരെയും മൊഴിക്ക് എടുത്ത് ഇറങ്ങാൻ സമയത്ത് വീണ്ടും കോള് വന്നു. എന്റെ മുന്നിലാണ്, എന്നെ പ്രത്യേക റൂമിൽ ഇരുത്തിയിരിക്കുകയാണ്, കസ്റ്റഡിയിലുള്ള ആളായതുകൊണ്ട്. അപ്പൊ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോള് വന്നു, CCTV ക്യാമറ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട്. CCTV ക്യാമറ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞു. അതിനുശേഷം അവിടെയുള്ള ഡോക്യുമെന്റ്സ് പിടിച്ചെടുക്കണം, ഇന്നെ ഡോക്യുമെന്റ്സ് പിടിച്ചെടുക്കണം. അതായത് പിണറായി വിജയനായി ബന്ധപ്പെട്ടതും വീണാ ജോർജുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ CCTV ക്യാമറ അഴിച്ചെടുത്ത ശേഷം വീണ്ടും അവർ കംപ്ലീറ്റ് അളമാറയെല്ലാം പരിശോധിച്ച് പിണറായി വിജയന്റെ 9,000 കോടി രൂപയുടെ അദ്ദേഹത്തിന്റെ അനധികൃത സമ്പാദ്യത്തെ കുറിച്ചുള്ള രേഖകൾ, അതുപോലെ വീണാ ജോർജുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം അവരെടുത്തു. അതോടൊപ്പം അവരെ പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ഈ CCTV ക്യാമറയിൽ ഇതെല്ലാം ദൃശ്യങ്ങൾ
ഇത് നടന്നതിന്റെ പോലീസ് അട്രോസിറ്റിയെ അറസ്റ്റ് ചെയ്തതും എല്ലാം തന്നെ ഇല്ലീഗലാണെന്ന് തെളിയിക്കുന്ന രേഖയാണ്. അതടക്കമുള്ള രേഖയാണ് ഇവര് വരുന്നുള്ളതുകൊണ്ടാണ് CCTV ക്യാമറയും കൂടെ എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഇവിടെ ഒരു ഓഫീസ് റെഡി ചെയ്യുമ്പോൾ അവര് സെർച്ച് വാറന്റ് ഇല്ലാതെയാണ്, കോടതിയുടെ സെർച്ച് വാറന്റ് കാണിച്ച് ഒപ്പിടിച്ച് മാത്രമേ അകത്ത് കയറാവൂ പത്ര ഓഫീസിൽ. എന്നാൽ അങ്ങനെ ഉണ്ടായില്ല. ഇതിന് ശേഷം സീഷർ മാസ്റ്റർ ഒപ്പിട്ട് ഞങ്ങളുടെ ഓഫീസിലെ ആൾക്കാർ കൊടുക്കണം, ആരൊക്കെ എന്തൊക്കെ പിടിച്ചു എന്നുള്ളത്. അത് അവിടെ കൊടുത്തില്ല. മാത്രമല്ല ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ഈ ബിൽഡിങ്ങിന്റെ ഉടമയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം എന്നെയും കൊണ്ട് പോവാണ്. പോയിട്ട് അന്ന് രാത്രി വാദം നടന്നെങ്കിലും അന്ന് മജിസ്ട്രേറ്റ് രാത്രിയാണ് 11:30-12 മണിക്കാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത്. എനിക്ക് അഡ്വക്കേറ്റ് എല്ലാം റെഡി ആയിരുന്നു. എന്നാൽ ആ ജഡ്ജിന് കൃത്യമായി ഡോക്യുമെന്റ് കൈമാറാൻ പറ്റാത്ത അവസ്ഥയാക്കി എനിക്ക് ജാമ്യം നിശ്ചയിച്ചു. മജിസ്ട്രേറ്റ് ഞാനും കൂടെ വാദം പറഞ്ഞിരുന്നു, ഇല്ലീഗൽ ആണ്, അത് ഒരിക്കലും നിൽക്കാത്ത കേസാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്നെ അന്ന് കസ്റ്റഡിയിൽ, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പിറ്റേ ദിവസം എന്നെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് എന്താ ചെയ്തത്? എന്നെ കസ്റ്റഡിയിൽ വന്നിട്ട് പുതുതായി ഒന്നും ചോദിച്ചില്ല. എന്നെ കസ്റ്റഡിയിൽ എടുത്തതിന് കാരണം എനിക്ക് ജാമ്യം ഹർജി നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രമായിരുന്നു. ഇപ്പൊ 2 ദിവസം കസ്റ്റഡിയിൽ സൈബർ പോലീസിൽ കിടന്നു. എന്നാൽ ഇതിനിടയിൽ ഒന്ന് എന്റെ കോഴിക്കോട് ഓഫീസ് 1 വർഷമായി പൂട്ടിയിട്ടതാണ് കൊറോണ കാരണം. ആ ഓഫീസിൽ ചെന്ന് ചവിട്ടി പൊളിച്ച് അതിനുള്ളിൽ നിന്ന് സൈബർ ഹാർഡ് ഡിസ്കും മറ്റുള്ള രേഖകളെല്ലാം കടത്തിക്കൊണ്ട് അവിടെ പല രേഖകളും സൂക്ഷിച്ചിരുന്നു. ഇതുമായി ബന്ധമില്ലാത്തവർക്ക് ആപ്പാടെ വേണ്ടത്, ഈ കേസുമായി ബന്ധപ്പെട്ട ആകെ വേണ്ടത് എന്താണ്? ഹാർഡ് ഡിസ്ക്. ഇവിടുത്തെ ഈ ഓഫീസിലെ ഹാർഡ് ഡിസ്ക് ആണ്. അത് ഒന്നല്ല, ഒരു 4-5 ആണ് എടുത്തിരിക്കുന്നത്. അവിടുത്തെ എല്ലാം എടുത്തു, എല്ലാ ക്യാമറ വീഡിയോ തന്നെ എടുത്തു. അപ്പൊ അതിലുപരി അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോ ചെയ്തത് അവരോട് അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. 2 ഓഫീസ് കോഴിക്കോട് റെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്റെ കോഴിക്കോട് വീട് റെയ്ഡ് ചെയ്തു. 3 എന്റെ ഇവിടുത്തെ വീട് റെയ്ഡ് ചെയ്തു. എറണാകുളത്തെ വീട് റെയ്ഡ് ചെയ്തു. ഇതിനൊന്നും എന്നെ കൊണ്ടുപോയില്ല. പല ചാനലിലും വന്നിരിക്കുന്ന ഞാൻ എന്നെ കൊണ്ടുപോയി. എന്നെ എവിടെയും കൊണ്ടുപോയില്ല. എന്നെ ഓഫീസ് അവിടെ തന്നെ ഇരുത്തിയിരുന്നു. എന്റെ ഭാര്യയുടെ മാതാവിന്റെ ഒരു വീടുണ്ടായിരുന്ന തൃപ്പൂണിത്തുറ വാടകയ്ക്ക് കൊടുത്തു. അവിടെ പോയി റെയ്ഡ് ചെയ്തു. അതായത് ഇവര് എന്നെ എല്ലാ തരത്തിലും എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ജീവനക്കാരെയും മാനസികമായും അല്ലാതെയും പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോലീസ് അട്രോസിറ്റിയാണ് നടന്നിരിക്കുന്നത്. ഉന്നതതല ഗൂഢാലോചന ഫലമായിട്ട് നടന്ന ഒരു കേസും കള്ള കേസും അതോടൊപ്പം ഉണ്ടായ ഒരു സംഭവമാണ്. അങ്ങനെ ജയിലിൽ ചെന്നപ്പോഴാണ് എനിക്ക് വിവരം കിട്ടുന്നത്. എന്നെ 2 ദിവസം കസ്റ്റഡി കഴിഞ്ഞ് ജയിലിൽ ചെന്നപ്പോൾ എനിക്ക് വിവരം കിട്ടുന്നത് എന്നെ അപായപ്പെടുത്താനുള്ള നീക്കമുണ്ട് എന്നുള്ള, ജയിലിൽ വെച്ച് ക്രിമിനലിനെ കയറ്റിയിട്ട് അവിടെ എന്നെ അപായപ്പെടുത്താനുള്ള നീക്കമുണ്ട് എന്നുള്ള വിവരം വരുന്നത്. അപ്പൊ കസ്റ്റഡി കഴിഞ്ഞ് എന്നെ കോടതിയിൽ ഹാജരാക്കി, CJM കോടതിയിലാക്കി. CJMനോട് ബഹുമാനപ്പെട്ട എറണാകുളം CJMനോട് കാര്യം പറഞ്ഞു. എന്നെ അപായപ്പെടുത്താൻ പിണറായി വിജയൻ നീക്കം നടത്തിയിട്ടുണ്ട്. മുമ്പ് ഇതുപോലെ എന്നെ ശോഭനാദേവത്ത് കേസിൽ ഉണ്ടായിരുന്നു, അതേപോലെ ഇവിടെയും നടത്തുന്നുണ്ട് പിണറായി വിജയൻ. അതിനുള്ള ക്രിമിനലുകളെ കയറ്റുന്നു എന്നുള്ള വിവരം എനിക്ക് ജയിലിൽ തന്നെ വിവരം കിട്ടിയിട്ടുണ്ട്. അതിന് സംബന്ധമായി ചില വാർത്തകൾ പലരും വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. മറുനാടൻ, കർമാകര തുടങ്ങിയുള്ള ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, എനിക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് കോടതിയോട് പറഞ്ഞപ്പോൾ അവര് കൃത്യമായിട്ട് രേഖപ്പെടുത്തി നന്ദകുമാറെ കൊലപ്പെടുത്താൻ പ്ലാൻ ഉണ്ട് എന്ന് നന്ദകുമാർ അറിയിച്ചിരിക്കും. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുന്നുണ്ട്. ഇവിടുത്തെ ജയിൽ മേധാവിക്ക് അവര് റിപ്പോർട്ട് കൊടുത്ത അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലായിരുന്ന ജില്ലാ ജയിലല്ല, സബ് കോടതി, സബ് ജയിലായിരുന്നു. അവിടുന്ന് എന്നെ മാറ്റി ജില്ലാ ജയിലില്, കാക്കനാട് ജില്ലാ ജയിലില് സുരക്ഷിതമായ പ്രത്യേക സെല്ല് ആണ് പിന്നീട് എനിക്ക് സംരക്ഷണം തന്നിരുന്നത്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ്, ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് ജാമ്യം കിട്ടുന്നത്. ഇന്നലെ ഞാൻ ഇറങ്ങിയ ശേഷം ഞാൻ ആദ്യം പറഞ്ഞത് പിണറായി വിജയനോട് വീണ ജോർജും നന്ദി പറയുകയാണ് ചെയ്തത്. എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ 26 വർഷമായിട്ട് ഞാൻ ആഗ്രഹം കൊണ്ടിറക്കുന്നുണ്ടായിരുന്നു, ഈ ജയിലിൽ കിടന്നുകൊണ്ട് ജയിലിലെ വാർത്തകൾ ചെയ്യാനുള്ള ഒരു അവസരം കിടക്കണം എന്നുള്ളത്. അതേപോലെ കസ്റ്റഡി എന്താണ്, കസ്റ്റഡിയിലെ ജീവിതം എന്താണെന്ന് പഠിക്കണം എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നെയാണ് ഞാൻ പിണറായി വിജയൻ, വീണ ജോർജിനും നന്ദി പറഞ്ഞു. കാരണം എന്റെ ഒരു ആഗ്രഹമാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന കേസ് കള്ളക്കേസാണ്. ഇത് പോലീസ് അട്രോസിറ്റിയാണ്, ഭരണകൂട ഭീകരതയാണ്. മാത്രമല്ല പിണറായി വിജയനും ഇവരെല്ലാവരും ഉൾപ്പെട്ട വലിയ ഒരു ഇതാണ് നടന്നിരിക്കുന്നത്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റും നാടകവും നടന്നത്. ഇവിടെ മുഫിയ പർവീൻ 17 ദിവസം മുമ്പ് പരാതി കൊടുത്തിട്ടും
ഒരു പരാതിയിൽ നടപടി എടുക്കാത്തതിനാണ് ആ കുട്ടി പിന്നീട് ലേറ്റ് ആയിട്ടുള്ള ആ കുട്ടി ആത്മഹത്യ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം. എന്നാൽ എന്റെ കേസ് എന്ന് പറയുന്നത് ഈ മാസം 30-ാം തീയതി നവംബർ 30-ാം തീയതി വൈകുന്നേരമാണ് സൈബർ പോലീസ് സ്റ്റേഷനിലെ ഈ പരാതി എത്തുന്നത്. ഈ പരാതിക്കാരൻ ആരാണ്? ഈ വീണ ജോർജിന്റെ ഭർത്താവല്ല, വീണ ജോർജ് അല്ല, അവരുടെ സെക്രട്ടറിയാണ്. അങ്ങനെ പരാതി കൊടുത്ത കാര്യത്തിൽ പിറ്റേ ദിവസം രാവിലെ എഫ്ഐആർ ഇടുന്നു. ഉച്ചയാകുമ്പോഴേക്ക് അറസ്റ്റ് ചെയ്തിരുന്നു. ധൃതി പിടിച്ച് എല്ലാ കാര്യവും പ്ലാൻ ചെയ്ത പോലെ നടന്നു. എന്റെ ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ സെക്രട്ടറിക്ക് എന്താണ് ഇത്ര താല്പര്യം? അപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തിനാണ് ഭയപ്പെടുന്നത്? ഇല്ലാന്നല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പം ഇതാണ് കേസ്. ഇത് എന്നെ നിരന്തരമായി വേട്ടുകയാടുകയാണ്. എന്നെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരിക്കുകയാണ്. ഇതേപോലെ പിണറായി വിജയന്റെ 9,000 കോടി രൂപയും ബന്ധപ്പെട്ട രേഖകളാണ് അധികൃത സാമ്പത്തിക ഞാൻ എൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ വെച്ച രേഖകളായിരുന്നു. പ്ലസ് ഈ കഴിഞ്ഞ കുറച്ചു ദിവസമായി തിരുവനന്തപുരം ലുലു മാളിൽ 1000 കോടി രൂപയുടെ നിക്ഷേപം പിണറായിക്കുണ്ടെന്നുള്ള വാർത്ത ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിന്റെയൊക്കെ പ്രതികാരം തീർക്കാൻ ലാവലിംഗ് കേസ് മുതൽ ഇങ്ങോട്ടുള്ള പ്രതികാരമാണ് പിണറായി വിജയൻ തീർത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നത്. വളരെ സെൻസേഷണൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തെളിവുകൾ നമ്മൾ ഓഫീസിലും വീടുകളിലായി സൂക്ഷിക്കാറുണ്ട്. ഞാൻ വീട്ടിന്റെ ഉള്ളിലും പിന്നെ ഓഫീസിലും സൂക്ഷിക്കാറുണ്ട്. മെയിനായിട്ട് വീട്ടിലേക്ക് അടുത്ത കാലത്തൊന്നും സൂക്ഷിക്കാറില്ല. ഇത് ഞാൻ എൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നത്. ഒരു 3 മാസം മുമ്പ് ഒരു റെയ്ഡ് നടത്തി. അതെ, 3 മാസം മുമ്പ് ഒരു റെയ്ഡ് ഓഫീസിൽ നടന്നിരുന്നു. അത് ഹൈക്കോടതിയിൽ അതിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എനിക്ക് അനുകൂലമായി ഹൈക്കോടതിയിൽ അവസാനം അവര് സൈബർ സെല്ലിന് സൈബർ തിരുവനന്തപുരം ആവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ഇതില് ഇനിയൊരു അറ്റാക്ക് വരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു ഓഫീസ് സുരക്ഷിതമാണ് എന്നാണ് ഞാൻ കരുതിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് നാളെ അടുത്ത ദിവസം ഞാൻ കൊടുക്കാൻ വേണ്ടി അവരെ അറിയിച്ച് ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരുന്നതാണ് ഈ ഡോക്യുമെന്റ് കൊണ്ടുവന്നത്. സ്വാഭാവികമായും ഇത്തരം തെളിവുകൾ നമ്മൾ ഓഫീസിൽ സൂക്ഷിക്കും. എന്റെ ഓഫീസ് എന്റെ ഒരു കാര്യം തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാരണം ഇങ്ങനെയൊന്നും ഒരു തരത്തിലും ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. കഴിഞ്ഞ വർഷം CCTV ക്യാമറ കൊണ്ടുവരുന്നില്ല. അന്നേരം പോലീസ് അട്രോസിറ്റി ശരിക്കും എല്ലാവരും കാണാൻ പറ്റും. ഇപ്രാവശ്യം അങ്ങനെ CCTV ക്യാമറ എന്നത് എന്റെ ഓഫീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് അവിടെ രേഖയാണ് വരുന്നത്, കൊണ്ടുപോയാൽ കാണാൻ എടുക്കുന്നത് കാണാം. ഇത് CCTV ക്യാമറ ഒരു കൂലി, അതിനുശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് എന്നെ പോലുള്ള എന്റെ സ്ഥാപനം ഭീഷണിയുള്ള സമയത്ത് CCTV ക്യാമറ പ്രതിരോധമാണ്, ആയുധമാണ്. അതെന്തിനെടുത്തവര് എന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഏത് സാധനം കൊണ്ടുപോയി നിയമപരമായി എന്ത് സാധനം കൊണ്ടുപോയി ഉണ്ടാക്കുന്ന CCTV ക്യാമറ വെച്ചുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പിടിച്ചെടുത്തതിന് ഒരു വസ്തു ഓഫീസിൽ തരാതെ മുകളിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഉടമയ്ക്ക് കൊണ്ടുകൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഓഫീസിലല്ലേ തരട്ടെ. എന്താ ഇല്ല, ഞാൻ ചോദിച്ചു അവരോട്. അപ്പൊ എന്നോട് മുകളിൽ അതിന്റെ ഉടമയ്ക്ക് കൊടുക്കണം. ഞാൻ ഉടമയ്ക്കല്ലല്ലോ കൊടുക്കേണ്ടത്. അതന്നെ ഏറ്റവും വലിയ ഇല്ലീഗലാണല്ലോ. ഇവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ, സ്റ്റാഫിനെ കൊണ്ട് ഒപ്പിടിച്ച് സ്റ്റാഫിനെ അവിടെ കൊടുക്കണ്ടേ? അങ്ങനെ ചെയ്തില്ല. ഏറ്റവും പ്രധാന CCTV ക്യാമറ തന്നെ. ഇല്ല, ഒപ്പിട്ടിരിക്കുന്ന പുറമേയുള്ള ഒരാളെ കൊണ്ടും അതേപോലെ അതിന്റെ ഉടമയെ കൊണ്ട്, ഈ ബിൽഡിങ്ങിന്റെ ഉടമയെ കൊണ്ട് എനിക്കെന്ത് നാടകം നാടകം വാർത്ത വന്ന് പല മന്ത്രിമാരും രാജിവെക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. മറ്റു മന്ത്രിമാർക്ക് സർക്കാരിന്റെ ആന്തരിക ഞാൻ വിമർശനം ഉന്നയിച്ചത് പരസ്യമായി ഉന്നയിക്കുന്ന വിമർശനം, അതിന് ഏത് ഈ അടുത്ത കാലത്ത് അതേ വിമർശനം ഏത് മന്ത്രിയാണ് ഈ മിനിസ്റ്ററിൽ രാജിവെച്ചത്? അതല്ലേ ഞാൻ പറഞ്ഞു, മറ്റു മാധ്യമങ്ങൾ വാർത്ത കൊണ്ടുവന്ന് മന്ത്രിമാർ രാജിവെക്കുകയും ഈ മിനിസ്റ്ററി വന്ന ശേഷം പല ആരോപണങ്ങളും ഈ ഗവൺമെന്റ് കാലത്ത് വന്നല്ലോ. ഏത് മന്ത്രിയാണ് ഈ മന്ത്രിസഭയിൽ ആരും രാജിവെക്കുമ്പോൾ ഏത് പത്രം വന്നാലും പിണറായി വിജയന്റെ ഭരണകാലത്ത് അദ്ദേഹം രാജിവെക്കില്ല, ആരും രാജിവെക്കില്ല. ഈ ഭരണം വന്ന ശേഷം എന്തൊക്കെ വാർത്തകൾ ഇവിടെ പത്രങ്ങൾ കൊണ്ടുവന്നു, എന്തെല്ലാം ജില്ലകളായി. ഇപ്പൊ അനുപമയുടെ സംഭവം ഉണ്ടായി, മുഖ്യമന്ത്രി ഇടപെട്ട കാര്യമില്ലേ? എന്താ മുഖ്യമന്ത്രി രാജിവെക്കാത്തത്? വീണ ജോർജ് രാജിവെക്കാത്ത എന്താ? ശിശുക്ഷേമ സമിതിയിലല്ലേ സമ്മതം നടന്നത്? ഏത് വിഷയത്തിലാണ് മന്ത്രി രാജിവെച്ചത്? ഒരു മന്ത്രി രാജിവെക്കാൻ പാടില്ല. കാരണം ഇവിടെ എല്ലാ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ ഭരണകാലത്ത് വനം വളർന്നു, അതേപോലെ നടന്നിട്ടുള്ള നിരവധി കൊള്ളകൾ നടന്നു. ആര് രാജിവെച്ചു? തോമസ് ചാണ്ടി വന്നത് കൃത്യമായിട്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏഷ്യാനെറ്റ് നടത്തിയ ഒരു ഓപ്പറേഷനാണ്. രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലാക്കിക്കൊണ്ടാണ് ചെയ്തത്. അപ്പൊ പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനം എന്തൊക്കെ ഇവിടെ വന്നു? മുഖ്യമന്ത്രിയുടെ നേരെ ആരോപണങ്ങൾ വന്നു. ഈ വീണ ഇതില്ലേ, സ്വപ്നയുടെ ആരോപണം വന്നില്ലേ? സ്വപ്ന റിവേഴ്സ് സവാലയുടെ പിണറായി വിജയൻ നോട്ട് കടത്തിയെന്ന രേഖ വന്നില്ലേ? എന്താ രാജിവെക്കാത്ത? മുമ്പ് കരുണാകരൻ രാജിവെച്ചെന്തിനോ? കോടതിയിൽ ഒരു പരാമർശം വന്നതിനാണ്. അദ്ദേഹം കുറ്റം ചെയ്തതിനല്ല. ചാരക്കേസിൽ അദ്ദേഹത്തെ അത് കുടുക്കിയതല്ലേ? അദ്ദേഹം ഉണ്ടോ? ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തില്ല, തെറ്റ് ചെയ്തു എന്നുള്ളതിനാണ് ശ്രീവാസ്തവന്റെ ഒരു പരാമർശം വന്നതിനാണ് അദ്ദേഹം രാജിവെച്ചത്. എന്നാൽ പിണറായി വിജയൻ റിവേഴ്സ് ഹവാല ഇടപാടിൽ ഡോളർ കടത്തി, ശ്രീരാമകൃഷ്ണൻ ഡോളർ കടത്തി എന്ന് വ്യക്തമായ മൊഴിയുണ്ട്. കൂടാതെ ഈ എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നത് പിണറായി വിജയനാണെന്ന് വ്യക്തമായ രേഖയുണ്ട്. എന്താ അദ്ദേഹം രാജിവെക്കാത്തത്? അപ്പൊ അതൊന്നുമല്ല. അവിടെ പിണറായി വിജയന്റെ കാലത്ത് ഇത് എന്ത് നടന്നാലും, എന്ത് അട്രോസിറ്റി വന്നാലും, എന്ത് ലീഗൽ കാര്യം നടന്നാലും അദ്ദേഹം രാജിവെക്കില്ല. അദ്ദേഹത്തിന് മന്ത്രിമാരും രാജിവെക്കാൻ പാടില്ല. അപ്പൊ അതിവിടെ ഒരു ഈ ഭരണകൂട ഭീകരത പറയുന്ന ഒരു ലിമിറ്റും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ ഇപ്പൊ പിണറായി വിജയന്റെ മാഫിയ ഗ്യാങ്ങാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ സമൂഹത്തിൽ തന്നെ എനിക്കെതിരെ പരാതിക്കാരി ഇല്ല, വീണ ജോർജിന്റെ പരാതി ഇല്ല, ഭർത്താവിന്റെ പരാതി വേണ്ടേ? അങ്ങനെയില്ല. അപ്പൊ ഇത് ഫുൾ അട്രോസിറ്റിയാണ് നടക്കുന്നത്. പിണറായി വിജയനെതിരെയുള്ള 9,000 കോടിയുടെ അനധികൃത സമ്പാദ്യത്തിന്റെയും വീണ ജോർജിനെതിരെയുള്ള ആരോപണത്തിന്റെ ഒക്കെ മുഴുവൻ രേഖകളും പിടിച്ചെടുക്കുന്നല്ലേ പറയുന്നത്? അതുമായിട്ട് എല്ലാം രേഖയല്ല. 9,000 കോടിയിലെ പിടിച്ചെടുത്തു. അതിലൊരു ഭാഗത്ത് ഞാൻ നേരത്തെ എൻഫോഴ്സ്മെന്റ് കൊടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് എൻഫോഴ്സ്മെന്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ കരുതിയ സാധനം. അവരെന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, ക്വസ്റ്റ്യൻ ഇട്ട് തന്നിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഹാജരായി വാർത്തയാക്കാൻ പറയുന്നു. അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കൃത്യമായിട്ട് ഒരു വാർത്ത ചെയ്തു. തിരുവനന്തപുരം ലുലു മാളിൽ പിണറായി വിജയൻ 1000 കോടിയുടെ നിക്ഷേപമുണ്ടെന്ന് ഞാൻ കൃത്യമായി വാർത്ത ചെയ്തല്ലോ. ചാലഞ്ച് ചെയ്തിട്ടില്ലേ? ഞാൻ വെല്ലുവിളിച്ചോണ്ടല്ലേ പിണറായി വിജയനോട് അല്ലെങ്കിൽ പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് മുഖ്യമന്ത്രിയോട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് എനിക്ക് എത്തിച്ചത്. അതിന്റെ ഇതൊക്കെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് എന്നെ സംരക്ഷിക്കേണ്ടത്. ആ സമയത്ത് എന്നെ സംരക്ഷിക്കേണ്ട ആളെന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടും ഇതൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും എല്ലാ തരത്തിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിണറായി വിജയന് മാത്രമായിരിക്കും ഉത്തരവാദിത്വം, വേറെ ആർക്കും ഉത്തരവാദിത്വം ഉണ്ടാവില്ല. കാരണം എന്നെ 2005 ഫെബ്രുവരി മാസത്തിൽ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അന്ന് ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത പെറ്റീഷനെ പുറത്താണ് എനിക്ക് ഇത് കിട്ടിയത്. ലാവ്ലിൻ കേസ് പ്രസിദ്ധീകരിച്ച ഒരു കാലഘട്ടത്തിൽ, എന്റെ ഓഫീസ് കത്തിച്ച കാലഘട്ടത്തിൽ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് ഓഫീസ് കത്തിച്ചതും ഓഫീസിൽ നിന്ന് ഡോക്യുമെന്റ് എല്ലാം കടത്തിക്കൊണ്ടുപോയതും. അതേപോലെ ഇതിൽ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും ലാവ്ലിൻ രേഖകളും എല്ലാം കടത്തിക്കൊണ്ടുപോയതും. ലാവ്ലിൻ കേസിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൊടുത്തതാണ്. വീണ്ടും ഞാൻ തുടരന്വേഷണത്തിനും കൊടുത്താണ്. അതിന്റെ കേസ് സുപ്രീം കോടതിയിലാണ്. അതില് ജഡ്ജിനെ സ്വാധീനിച്ചു, 5 കോടി രൂപ തിരുവനന്തപുരത്തെ ജഡ്ജിക്ക് കൊടുത്തു, ഉബൈൽ ജഡ്ജിക്ക് 50 കോടി കൊടുത്തു എന്നുള്ളൊരു പരാതി പോവുകയും അത് കമ്മീഷൻ പ്രസിഡന്റിന് പോവുകയും ആ പരാതിയിലെ എൻഫോഴ്സ്മെന്റ് വരികയും എന്നെ ചോദ്യം ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ള. അങ്ങനെയാണ് അട്ടിമറിച്ചത് എന്നുള്ള പിണറായിക്ക് അനുകൂലമായിട്ടുള്ളത് കിട്ടിയെന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് തന്നെ മരിക്കുന്നതിന് മുമ്പ് MK ദാമോദരൻ ഈ കാര്യങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് ഹൈക്കോടതിയിൽ ഇപ്പൊ എനിക്കെതിരെ CJN കോടതിയിലുള്ള കേസ് വാഷ് ചെയ്യാൻ വേണ്ടി കേസ് കൊടുത്തു. 10 കോടി രൂപ നഷ്ടപരിഹാരത്തിന് ചെയ്യാൻ വേണ്ടി നഷ്ടപരിഹാരം ഫയൽ ചെയ്തു. കാരണം ഇതൊരിക്കലും നിലനിൽക്കാത്തൊരു കേസാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പരിശോധിച്ചോളൂ. അതായത് ഒരാളെ പറ്റിയിട്ട് എന്റെ കൈവശം രേഖകളൊന്നും ഇല്ല എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്കെതിരെ എങ്ങനെ കേസ് എടുക്കാൻ പറ്റും? അതിൽ 10 കോടി രൂപ നഷ്ടപരിഹാരത്തിന് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അതേപോലെ കൺസേൺ ആരൊക്കെയോ നോക്കിയിട്ട് അവർക്കെതിരെ കേസ് ഫയൽ. 2 ഇത് കോഷ്യം കൊടുക്കും. ഇത് കോഷ്യം പറ്റുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം ശോഭന ജോർജിന്റെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്.
99 അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു. 99 അർദ്ധരാത്രി അന്ന് എന്റെ ഓഫീസ് റൈഡ് ചെയ്ത് ശോഭനാ ജോർജിന്റെ പ്രൂഫിലിംഗ് കേസ് നടത്തിക്കൊണ്ടുപോയി. ആ കേസിൽ പിന്നീട് ഹൈക്കോടതി ഉത്തരവ് ഇങ്ങനെയാണ്: ഇത് ഭരണകൂട ഭീകരതയാണ്. 2 തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ, എറണാകുളം പോലീസ് കമ്മീഷണർ കുറ്റകരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ശോഭനാ ജോർജ് കള്ളമൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. പി ശശി എന്ന് പറയുന്ന EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇതെല്ലാം നേതൃത്വം ചെയ്തിരിക്കുന്നത്. ഇത് നന്ദകുമാർ എന്നെ കുറ്റമുക്തനാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഭയങ്കര വിമർശിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് രാംകുമാറിന്റെ ജഡ്ജ്മെന്റ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശോഭനാ ജോർജിനെതിരെ കേസ് ഫയൽ ചെയ്തു. അതിൽ ഞാൻ മൊഴി കൊടുത്തു. ഇങ്ങനെ ഒരു കാസറ്റ് ഓഫീസിൽ പിടിച്ചു കൊടുത്തിരുന്നു. അത് ഞാൻ DGP പരാതി കൊടുത്തിരുന്നു, കോപ്പി കിട്ടാൻ വേണ്ടി, തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. തിരിച്ചു കിട്ടിയില്ല, എനിക്ക് നഷ്ടമാണ്. 3 ലക്ഷം രൂപയാണ് എനിക്ക് കോഴിക്കോട് സബ് കോടതി എനിക്ക് അനുകൂലമായി വിധി പറഞ്ഞത്. അതിപ്പോ അവര് സ്റ്റേ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതിൽ ക്രിമിനൽ കേസ് തിരുവനന്തപുരം CJM കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പോലീസ് ഓഫീസർമാർ, അനുപകുമാർ സിൻഹ, പത്മകുമാർ, കോഴിക്കോട് പോലീസ് കമ്മീഷണർ പത്മകുമാർ, ശോഭനാ ജോർജ്, പി ശശി ഇവർക്കെതിരെ കേസ് തിരുവനന്തപുരം CJM കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം 1999 നടന്ന കേസാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് ഞാൻ CJM കൊടുത്ത റിപ്പോർട്ടാണ്. CJM പറഞ്ഞത് എന്നെ കൊല്ലാൻ പിണറായി വിജയൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ജയിലിൽ ക്രിമിനലിനെ കയറ്റാൻ, അതോട് ബന്ധപ്പെട്ട ആൾക്കാർ ക്രിമിനലിനെ കയറ്റാനുള്ള പ്ലാൻ ഉണ്ട് എന്നതാണ് എനിക്ക് കിട്ടിയ വിവരം. ജയിലിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ ഇൻഫോർമേഷൻ ആയിരുന്നു. അത് പ്രകാരം ഞാൻ CJM പറഞ്ഞു. ബഹുമാനപ്പെട്ട എറണാകുളം CJM ഗൗരവത്തിലെടുത്ത് ജുഡീഷ്യറിയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഏറ്റുമുട്ടലിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും ആ രൂപത്തിലായിരുന്നു പുറത്തു വരാൻ പോകുന്ന കഥ. ഇതിനൊക്കെ തന്നെ പൂർണ്ണ ഉത്തരവാദി പിണറായി വിജയനാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും പിണറായി വിജയന്റെ ഉത്തരവാദിത്തം. കാരണം പിണറായി വിജയൻ അറിയാത്തൊരു ഗൂഢാലോചനയോ എനിക്ക് എന്തെങ്കിലും അറ്റാക്കോ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് പിണറായി വിജയന്റെ കൃത്യമായിട്ടുള്ള നേതൃത്വത്തിൽ നടന്ന വൻ ഗൂഢാലോചനയുടെ, ഉന്നതതല ഗൂഢാലോചനയുടെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. അല്ല, നമ്മള് പത്രക്കാരല്ലേ, ഞാൻ പറയുന്നത് തെറ്റാണ്, ഞാൻ വാർത്ത തെറ്റാണെങ്കിൽ ഞാൻ പറയുന്ന വാർത്തകൾ പരിശോധിച്ചു പറയും. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ എനിക്കെതിരെ എങ്ങനെ കേസെടുക്കാൻ പറ്റും? അതോ 67A പ്രകാരം എനിക്കെതിരെ എങ്ങനെ കേസെടുക്കാൻ പറ്റും? ഒരു നോൺ അവൈലബിൾ വകുപ്പ് എടുക്കാം, എന്നിട്ട് അറസ്റ്റ് ചെയ്യാം, ഈ വിധത്തിൽ ചിത്രീകരാക്കുക. ഇതൊക്കെ ഒരു ആസൂത്രിതമായ നീക്കമാണ്. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഇവരെ CIന്റെ കൂടെ തന്നെ ഉണ്ട്. അയാൾ എന്നോട് പറയാണ് ഞാൻ നിസ്സഹായനാണ്. അവിടുത്തെ പോലീസുകാരെല്ലാവരും നിസ്സഹായരായിരുന്നു. കാരണം ഓർഡർ പ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കാമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം 2 ദിവസം കസ്റ്റഡിയിൽ അവർ പറയും ഞങ്ങൾക്ക് ഒന്നും കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. വലിയ ഇഷ്യൂ ആയി മാറി. സോഷ്യൽ മീഡിയ മുഴുവൻ അത് വലിയ പ്രശ്നമാണ്, ഞങ്ങൾക്ക് വലിയ ഇഷ്യൂ ആണ്, ഞങ്ങൾക്ക് മോളെന്നുള്ള നിർദ്ദേശം മതിയായി എന്നൊക്കെ പറയാണ്. എല്ലാ റെയ്ഡും കഴിയുന്ന അസമർത്ഥ വീണ്ടും എനിക്ക് എന്തെങ്കിലും അനധികൃത സ്വത്തുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതും അവർ അന്വേഷിക്കുന്നുണ്ട്. ഒരു മണ്ണാങ്കട്ട കിട്ടിയിട്ടില്ല, കുറെ കാലമായില്ലേ എന്നെ അന്വേഷിക്കുന്നു. ഒരു മണ്ണാങ്കട്ടെങ്കിലും അവർ പിടിച്ചെടുക്കട്ടെ, എന്റെ അൺലീഗലായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ ഒരു വസ്തു കിട്ടിയില്ല. ഈ കേസുമായിട്ട് അതൊക്കെ എന്ത് ബന്ധമാണ്? എന്തെങ്കിലും സംശയങ്ങൾ എന്നെ സഹായിക്കണം. ഞാന് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സത്യസന്ധമായ കാര്യം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സത്യസന്ധമായി ഇനി ഞാൻ റിപ്പോർട്ട് ചെയ്യും. പിണറായി വിജയൻ എന്നെ ജയിലിൽ അടച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പീഡിപ്പിച്ചത് കൊണ്ടോ എന്നെ തകർക്കാമെന്ന് ഏതെങ്കിലും വ്യാപം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ മാത്രം പൂതി വെച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ കൊല്ലേണ്ടി വരും. ഞാനിപ്പം 25 വർഷമായി ക്രൈം എന്നുള്ള പ്രസിദ്ധീകരണം നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എത്രയോ റിപ്പോർട്ടുകൾ പ്രശ്നമായി ഐസ്ക്രീം പാർലർ മുതൽ അതേപോലെ തുടങ്ങി ഇങ്ങോട്ടുള്ള എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന സരിത കേസ് തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലാവ്ലിംഗ് കേസാണ്, കവിയൂർ കേസാണ്. ഞാനൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. പെൺകുട്ടികളെ അപമാനപ്പെടുത്തണമെങ്കിൽ കവിയൂർ കേസിൽ അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് നീതി മേടിച്ചെടുത്തുള്ളത്. മരിച്ചുപോയവർക്ക് അച്ഛൻ പീഡിപ്പിച്ചു എന്നുള്ള കള്ളമാണെന്ന് തെളിയിച്ചിട്ടുള്ള എന്റെ വാദത്തെ തുടർന്നാണ് ഞാൻ CBI കോടതിയിൽ 5 തവണയാണ് തുടരന്വേഷണം കൊണ്ടുവന്നത്. കോടതി റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നന്ദകുമാറിന്റെ ഫൈറ്റ് കൊണ്ടാണ് ഈ കേസിൽ ആ കുട്ടിക്ക് നീതി കിട്ടിയുള്ള അച്ഛൻ മോളെ പീഡിപ്പിച്ചെന്ന് CBI കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഇതുപോലുള്ള ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ജയിലിൽ അടച്ചാലോ കസ്റ്റഡിയിൽ വെച്ചാലോ ഞാൻ തകർന്നു പോകുന്ന ധരിച്ച തെറ്റാണ്. ഞാൻ 100 ഇരട്ടി ശക്തിയോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എന്റെ പോരാട്ടം വീണ്ടും തുടരും. അതിൽ യാതൊരു മാറ്റം അധികരിച്ചിട്ട് ആരെങ്കിലും അപകീർത്തികരമായ വീണാ ജോർജ് അല്ല, എനിക്ക് എതിരാളി വീണാ ജോർജിന് ഇല്ലാത്ത പറയാ, അശ്ലീലപരമായി പറയാ, അത് എന്റെ ഇതിൽ പെട്ടതല്ല, ഞാൻ പറയില്ല.